തുർക്കിയുടെ പാക് പ്രിയം യഥാർത്ഥത്തിൽ തുർക്കിക്ക് തന്നെ വലിയ തലവേദനയായി മാറിയ സ്ഥിതിയാണിപ്പോൾ നിലനിൽക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയെ വെല്ലുവിളിച്ച് പാകിസ്ഥാന് പിന്തുണയുമായി ഓടിയ സാഹചര്യത്തിൽ തങ്ങൾക്ക് ഇത്രയേറെ നഷ്ടപ്പെടാനുണ്ടാകുമെന്ന് തുർക്കി ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. മാത്രമല്ല, ദുരന്തകാലത്ത് ഒരു കൈസഹായം ചെയ്ത ഇന്ത്യയെ പിണക്കാൻ തീരുമാനിച്ചതാണ് തുർക്കിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തെറ്റായ തീരുമാനമെന്നും പറയുവാൻ കഴിയും. ആ വികാരം രാജ്യത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളായി മാറിക്കഴിഞ്ഞു. പക്ഷെ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പ്രസിഡന്റ് റജബ് തൊയ്ബ് എർദോഗൻ തുർക്കിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനുള്ള ഒരുക്കത്തിലാണെന്നാണ് സൂചിപ്പിക്കുന്നത്. തുർക്കിയുടെ പാക് പ്രീണനത്തിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ചൈനയെ പോലെ എർദോഗനും അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കണ്ണുവെച്ചിട്ടുണ്ടെന്നും ഇതിന്റെ ഭാഗമായി ബഹിരാകാശത്ത് ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കുന്നതിനായി ഒരു ബഹിരാകാശ പോഡ് നിർമ്മിക്കാനുള്ള സ്ഥലം അദ്ദേഹം അന്വേഷിക്കുന്നുണ്ടെന്നുമാണ് കൂടുതലും പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഹോൺ ഓഫ് ആഫ്രിക്കയിൽ സൊമാലിയയുമായി ഒരു ബഹിരാകാശ തുറമുഖം നിർമ്മിക്കുന്നതിനായി തുർക്കി ചർച്ച നടത്തുന്നുണ്ടെന്ന തരത്തിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മാത്രമല്ല, ഇതിലൂടെ ഹോൺ ഓഫ് ആഫ്രിക്കയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നത് മാത്രമല്ല, നേരെ മറിച്ച് ബഹിരാകാശ സാങ്കേതികവിദ്യ വികസിപ്പിക്കാനും സൊമാലിയയിൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ പാട് നിർമ്മിക്കാനും തുർക്കി വലിയ രീതിയിൽ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിലൂടെ ശരിക്കും സൊമാലിയയിലെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം പ്രയോജനപ്പെടുത്താനാണ് തുർക്കി കൂടുതലും ആഗ്രഹിക്കുന്ന കാര്യവും. അതേസമയം തുർക്കിയുടെ പദ്ധതി ഇന്ത്യയെ നേരിട്ട് ബാധിക്കുന്നില്ല. എന്നാൽ പോലും പാകിസ്ഥാനെ സഹായിക്കാൻ തുർക്കി നിലകൊണ്ട രീതി ഭാവിയിൽ പുതിയ അപകടങ്ങളിലേക്കുള്ള വാതിലാണ് യഥാർത്ഥത്തിൽ തുറക്കുന്നത്. കൂടാതെ ഭാവിയിൽ പാകിസ്ഥാന് സ്പേസ് ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ തുർക്കിയുമായി ചേരാൻ കഴിയുമെന്നും അതുപോലെ ഇത് ഇന്ത്യക്ക് നേരിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല, ഈ പദ്ധതിയിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ തുർക്കി വലിയ രീതിയിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്കും നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും തുർക്കി തങ്ങളുടെ ഡ്രോണുകളും മറ്റ് ആയുധങ്ങളും വേഗത്തിൽ വിറ്റഴിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ അത്തരമൊരു സാഹചര്യത്തിൽ സൊമാലിയയിൽ ഒരു സ്പേസ് പോർട്ട് നിർമ്മിച്ചതിനു ശേഷം തുർക്കിക്ക് തങ്ങളുടെ പ്രതിരോധ പരിപാടി വളരെ വേഗത്തിൽ വികസിപ്പിക്കാൻ കഴിയുന്നതായിരിക്കും. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, യഥാർത്ഥത്തിൽ നിരവധി ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളാൽ തുർക്കി വലയം ചെയ്യപ്പെടുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടലിനും കരിങ്കടലിനും സമീപം പരീക്ഷണങ്ങൾ നടത്തുന്നത് അവരുടെ വളരെ അപകട സാധ്യത നിറഞ്ഞ നീക്കമാണ്. ശരിക്കും അതിർത്തിക്കുള്ളിൽ നിന്ന് മിസൈലുകൾ പരീക്ഷിക്കുന്നതും ആന്തരികവും ബാഹ്യവുമായ സുരക്ഷ നിരന്തരം നിരീക്ഷിക്കുന്നതും തുർക്കിക്ക് ശരിക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിശാസ്ത്രപരമായി അതിന് അനുയോജ്യമായതും തന്ത്രപരമായി പ്രയോജനകരവുമായ ഒരു സ്ഥലവുമാണ് തുർക്കി ശരിക്കും. എർദോഗന്റെ ഈ മാനദണ്ഡത്തിൽ സൊമാലിയ വളരെയധികം അനുയോജ്യവുമാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സൊമാലിയ ഇന്ത്യൻ മഹാസമുദ്രത്തിനടുത്തുള്ള സൊമാലിയയുടെ തീരപ്രദേശം അതുപോലെ ഭൂമധ്യരേഖയോടുള്ള സാമീപ്യം എന്നിവ ഒരു ബഹിരാകാശ തുറമുഖം നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവിടെ നിന്നുള്ള ഭൂമധ്യരേഖ വിക്ഷേപണ സ്ഥലങ്ങൾ ഭൂമിയുടെ ഭ്രമണ വേഗതയിൽ നിന്ന് പ്രയോജനം നേടുകയും ചെയ്യുന്നുണ്ട്. ഇത് റോക്കറ്റ് വിക്ഷേപണങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്വാഭാവികമായ നേട്ടം കൂടിയാണ്. കൂടാതെ ഇവിടെ നിന്ന് വിക്ഷേപിക്കുമ്പോൾ മിസൈലുകൾക്ക് കുറഞ്ഞ ഇന്ധനം മാത്രമാണ് ആവശ്യമായി വരുന്നത്. മാത്രമല്ല, തുർക്കിക്ക് ഇതൊരു സുരക്ഷിതമായ ഇടം കൂടി നൽകുന്നുണ്ട്. സൊമാലിയയിലെ ജാമേഡ്യൂൺ മേഖലയിലാണ് ബഹിരാകാശ തുറമുഖം നിർമ്മിക്കാൻ തുർക്കി കൂടുതലും ലക്ഷ്യം വെക്കുന്നതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ 2028 സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനുള്ള പദ്ധതിയിൽ പ്രവർത്തിക്കാമെന്നാണ് തുർക്കി കൂടുതൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഇതിനുവേണ്ടി $1 ബില്യൺ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. 2021 തന്നെ പദ്ധതിയെപ്പറ്റി എർദോഗൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ബഹിരാകാശ തുറമുഖത്തിന്റെ നിർമ്മാണം മുതൽ അറ്റകുറ്റപ്പണികൾ വരെ ഏകദേശം $350 മില്യൺ ചെലവാണ് കൂടുതലും പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ തുറമുഖം തുർക്കിക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നേരിട്ട് പ്രവേശനം നൽകുകയും ചെയ്യുന്നുണ്ട്. അതുവഴി മിസൈൽ റോക്കറ്റ് പരീക്ഷണങ്ങൾ ജനവാസമില്ലാത്ത ജലപ്രദേശങ്ങളിലേക്കും തിരിച്ചുവിടാൻ കഴിയുന്നതാണ്. മറുവശത്ത് നിൽക്കുന്നത് തുർക്കിയിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിക്കുകയാണെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അത് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാനും അതുപോലെ ഇടപെടാനും കഴിയുന്നതായിരിക്കും. പക്ഷേ ഇത് സൊമാലിയയ്ക്ക് വളരെയധികം അപകടകരവുമാണ്. ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ കമാൻഡ്, മാലിദ്വീപ്, ഇന്ത്യൻ നാവികസേനയുടെ ആഫ്രിക്കൻ തന്ത്രം എന്നിവയുടെ സംവേദനക്ഷമതയുള്ള ഒരു പ്രദേശത്താണ് സൊമാലിയ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തുർക്കിയുടെ സ്ഥിരമായ ബഹിരാകാശ താവളം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യയുടെ ആധിപത്യത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരായ പോരാട്ടത്തിൽ തുർക്കി പാകിസ്ഥാനോടൊപ്പം നിൽക്കുമെന്ന് നിലവിൽ തെളിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭാവിയിൽ പാകിസ്ഥാൻ തുർക്കിയുടെ സൊമാലിയ തുറമുഖം മുതലെടുക്കില്ല എന്നത് ഒരിക്കലും നിഷേധിക്കാനും കഴിയില്ല. ജിബൂട്ടിൽ ചൈന ഇതിനോടകം തന്നെ ഒരു സൈനിക താവളം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തുർക്കി കൂടി വരികയാണെങ്കിൽ ചൈന പാക് തുർക്ക് ത്രികോണം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയ്ക്ക് ഒരു അപകടകരമായ സഖ്യം രൂപപ്പെടുവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇത് ഇന്ത്യക്കെതിരെ പടിഞ്ഞാറ് പാകിസ്ഥാൻ, വടക്ക് ചൈന, തെക്ക് പടിഞ്ഞാറൻ സൊമാലിയയുടെ ബഹിരാകാശ തുറമുഖത്ത് നിന്ന് തുർക്കി എന്നിങ്ങനെ 3
മുന്നണി ഭീഷണികൾക്കായിരിക്കും തുടക്കമിടുക. അതേസമയം തന്നെ ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഓരോ ദിവസം കഴിയുമ്പോഴും ഇന്ത്യ കൂടുതൽ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുകയാണ്. രാജ്യത്ത് നിരവധി ന്യൂനത മിസൈലുകൾ ഇതിനോടകം തന്നെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ ന്യൂനത മിസൈൽ സംവിധാനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വികസിപ്പിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. കൂടാതെ സുരക്ഷയുടെ കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നേരെ മറിച്ച് തന്ത്രപരമായും ഈ പരീക്ഷണ ദൗത്യങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ഈ ആയുധങ്ങളെല്ലാം രാജ്യത്തെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തുന്ന ബാഹ്യ ഭീഷണികളിൽ നിന്ന് രാജ്യത്തെ കൂടുതൽ സുരക്ഷിതമാക്കും. അതുപോലെ ഒരു സംരക്ഷണ കവചമായി വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തിന്റെ നട്ടെല്ലായ ബ്രഹ്മോസ് മിസൈൽ അതിന് മികച്ച ഉദാഹരണമായി കണക്കാക്കുവാൻ കഴിയും. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ ഭൂപരിധി 290-700 കിലോമീറ്റർ ആയിട്ടാണ് നിലനിൽക്കുന്നത്. വേരിയന്റിനെ ആശ്രയിച്ചുകൊണ്ട് ഏറ്റവും പുതിയ നവീകരണങ്ങൾക്കൊപ്പം ഈ ഭൂപരിധി 1500 കിലോമീറ്റർ വരെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ മിസൈലിന്റെ വേഗത 3.0 ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 3 ഇരട്ടി വേഗത്തിലാണ് ഇത് സഞ്ചരിക്കുക എന്നതാണ്. അതായത് ഏകദേശം 3704 കിലോമീറ്റർ വേഗതയിൽ നീങ്ങുന്ന ഈ മിസൈലിന്റെ ദൂരം എന്നത് 3000 കിലോഗ്രാം കൂടിയാണ്. മാത്രമല്ല ഇതിന് ആണവായുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയും നിലനിൽക്കുന്നുണ്ട്.